ബെത്സൈദയിലെ രോഗിയുടെ അടുത്തേക്ക് യേശു കടന്നു ചെല്ലുന്നു. അവന് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് പറയുന്നു. യേശു അവനെ സുഖപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് യേശു അങ്ങോട്ട് ചെന്ന് സുഖപ്പെടുത്തുന്നത്? യേശുവിൻ്റെ പ്രത്യേകതയാണ് യേശു എപ്പോഴും പ്രവർത്തന നിരതനാണ്. അതുകൊണ്ട് തന്നെയാണ് സാബത്തിൽ യേശു രോഗികളെ സൗഖ്യപ്പെടുത്തുമ്പോൾ യഹൂദർ അവനെ കുറ്റപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് യേശു സാബത്തിലും സുഖപ്പെടുത്തുന്നത്? യേശു സാബത്തിൻ്റെയും കർത്താവാണ്. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത? നമ്മൾ അറിയുക, നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന സാബത്തിൻ്റെയും കർത്താവ്, എപ്പോഴും പ്രവർത്തന നിരതനായിരിക്കുന്ന കർത്താവ്, ആ കർത്താവാണ് നമ്മുടെ ദൈവം. ആ യേശുവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെട്ട് ഇനി അത് ചെയ്യില്ല കർത്താവേ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ എല്ലാവരും. യേശുവിനെ സ്വീകരിക്കുക, തൻ്റെ നാഥനും കർത്താവുമായി സ്വീകരിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.